നമസ്കാരം, എൻ്റെ പേര് രാഹുൽ എന്നാണ്. നമ്മളിപ്പോൾ ഒരു വാഴത്തോട്ടത്തിലാണുള്ളത്. നമുക്ക് ഈ വാഴേൻ്റെ അകത്ത് ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറയുന്നത് നമുക്കിപ്പം കോഴിക്കോട് ജില്ലേൻ്റെ വ്യാപകമായി കണ്ടുവരുന്നതാണ് നെമറ്റോഡിൻ്റെ ഇഷ്യൂ. ഈ പ്രാവശ്യം കൂടുതലായിട്ട് നമുക്ക് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ നെമറ്റോഡിൻ്റെ ഇഷ്യൂ വന്നിട്ട് മുരടിച്ചു പോയ ഒരു സ്ഥലത്ത് നമ്മൾ നമ്മളുടെ വാമച്ചിരിയും അതേപോലെ തന്നെ നമ്മളുടെ നിമറ്റോഫ്രീം കൊടുത്തിട്ട് നമ്മൾ രക്ഷപ്പെടുത്തി കൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണിത്. ഇപ്പോൾ നിങ്ങളിത് ബാധിച്ച സ്ഥലത്ത് നിങ്ങൾക്ക് നോക്കിയറിയാം, നല്ല രീതിയിൽ വേരുകളും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. വാഴയിനകത്ത് ഇറങ്ങി വന്നു, നല്ല രീതിയിൽ ഇറങ്ങി വരുന്നുണ്ട്. ആദ്യത്തെ പഴയ വേരുകളൊക്കെ നെമറ്റോഡിൻ്റെ ഇഷ്യൂ കാരണം ഇതേപോലെ ഉണ്ടയായി കിടക്കുന്ന സാധനമായിരുന്നു. അവിടേക്ക് നമുക്കിപ്പോൾ 4 വേരുകൾ ഇറങ്ങിക്കൊണ്ട് വരികയാണ്. ഇപ്പോൾ നല്ല രീതിയിൽ വേരുകളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണിത്. ഇതേപോലെ 4 വേരുകൾ നമുക്ക് നന്നായിട്ട് ഇപ്പോൾ വാഴേൻ്റെ അകത്തുനിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫീൽഡിൻ്റെ അകത്തേക്ക് നമുക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് ഇതേപോലെയാണ് 4 വേരുകൾ പുറത്തേക്ക് നന്നായിട്ട് ഇറങ്ങി വരുന്നത്. വാഴേൻ്റെ അകത്ത് നന്നായിട്ട് ഇറങ്ങി വരുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ ചെയ്തിട്ട് ഏകദേശം ഒരാഴ്ച അതേപോലെ തന്നെ 10 ദിവസമായിട്ടുള്ള ഒരു ഫീൽഡാണ്. നമ്മൾ എന്താ പറയുക, ഈ ഒരു ഫീൽഡിൻ്റെ അകത്തേക്ക് വന്നിട്ട് രണ്ടാമത്തെ ഒരു ഇവാലുവേഷൻ വന്നതാണ്. അപ്പോൾ ഇങ്ങനെ വന്ന സ്ഥലത്ത് നമുക്ക് പ്രധാനമായിട്ടും കാണുന്ന അടുത്തൊരു പ്രശ്നമാണ് കാൽസ്യത്തിൻ്റെയും ബോറോണിൻ്റെ ഇതേപോലെയുള്ള എന്താ പറയുക ഇഷ്യൂ. ഇത് നമ്മൾ വാഴ ഭയങ്കരമായിട്ട് മടഞ്ഞ പോലെ ഭയങ്കരമായിട്ട് റിജിഡായി കിടക്കും. പിടിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ സൗണ്ട് കടകടന്ന് പറഞ്ഞുകൊണ്ട് സൗണ്ടിൽ പൊട്ടും, ഒരു ഫുള്ള് മുരടിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയായിരിക്കും വാഴേൻ്റെ ഇലയ്ക്കൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ എന്ത് ഉപയോഗിക്കും എന്നുള്ളത് എല്ലാവരുടെയും ഒരു ചോദ്യമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ IPLൻ്റെ 5Gൻ്റെ അകത്ത് വരുന്നത് ഫൽവിക്കും അമിനോവും അതേപോലെ തന്നെ നമ്മളുടെ മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ കയറുന്നുണ്ട്. മൈക്രോ ന്യൂട്രിയൻസിൻ്റെ അകത്ത് ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു പ്രശ്നത്തിൻ്റെ അകത്ത് നമുക്ക് വേണ്ടത് ഓക്സൈഡ് ഫോമിലുള്ള കാൽസ്യം അതേപോലെ തന്നെ നമുക്ക് വേണ്ട ബോറോണും കാര്യങ്ങളുമാണ് വേണ്ടത്. അപ്പം അതും നമുക്ക് ഈ 5Gൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ 5G ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഏകദേശം 2 ml 1 ലിറ്റർ വെള്ളത്തിൽ എന്നുള്ള രീതിയിൽ നമുക്ക് സ്പ്രേ ചെയ്യാൻ ഉപയോഗിക്കാം. ഈ പ്രശ്നം ഓവറായിട്ടുള്ള സ്ഥലത്താണെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു കാൽസ്യം ഓക്സൈഡ് ഫോമിലുള്ള കാൽസ്യം ബോറോണും ചേർന്നിട്ടുള്ള ഏതെങ്കിലും ഒന്നും കൂടി ചേർത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിന് കൊടുത്തു കഴിഞ്ഞാൽ അത്യുത്തമമാണ്. പിന്നെ ഇപ്പം നമുക്ക് വേനൽക്കാലത്ത് നമ്മൾ ഈ 5G ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കുള്ള ഗുണം 2ആണ്. അതായത് നമുക്ക് ചൂടിൻ്റെ അകത്തു നിന്നുള്ള ആ ഒരു പ്രശ്നത്തിൻ്റെ അകത്ത് നമ്മളുടെ ചെടീനെ നമുക്ക് കരകയറ്റി എടുക്കാൻ പറ്റും. കാരണം ഇതിൻ്റെ അകത്ത് ഹ്യൂമിക്കിൻ്റെ കണ്ടൻറ്റും കൂടി ചേർന്ന് വരുന്നതാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഫൽവിക്ക് വരുന്നുണ്ട്, അമിനോ ആസിഡ് വരുന്നുണ്ട്. അമിനോ ഹ്യൂമിക്കും കൂടി ചേർന്ന് വരുന്ന സമയത്ത് നമുക്ക് ഈ ചൂടിൻ്റെ അകത്തു നിന്ന് നമ്മളുടെ ചെടീനെ എന്താ പറയുക രക്ഷപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നതാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ശരി, ഈ ഒരു പ്രശ്നമുള്ള സമയത്ത് നമുക്ക് ഫോളിയർ പോകുന്ന സമയത്ത് നമ്മൾ 5G നോക്കുക. അതേപോലെ തന്നെ നെമറ്റോഡിൻ്റെ വീഡിയോ നമ്മൾ ഒരുപാട് ചെയ്തതാണ്. നെമറ്റോഡിൻ്റെ അകത്ത് നമുക്ക് ഇതേപോലെയുള്ള വാള് ഷേപ്പിൻ്റെ അകത്ത് നമ്മുടെ ഇലേൻ്റെ അകത്ത് കരിച്ചിൽ കാണുന്നുണ്ട് എങ്കിൽ നമ്മൾ വേരും കൂടി ശ്രമിക്കുക, വേരും കൂടി നമ്മൾ നോക്കുക. വേര് നോക്കുന്ന സമയത്ത് ഇതേപോലെയുള്ള നെമറ്റോഡിൻ്റെ ഇഷ്യൂ ഉണ്ട് എങ്കിൽ നെമറ്റോഡിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് വെർട്ടിസിലിയം ചാമിഡോസ് കൂടി അടങ്ങിയിട്ടുള്ള നെമറ്റോഫ്രീ ഉപയോഗിക്കുക. തീർച്ചയായും ഫസ്റ്റ് നമ്മൾ ഉപയോഗിക്കേണ്ട നെമറ്റോഫ്രീ ആണ്. അതിനുശേഷം നമുക്ക് മാത്രമേ കെമിക്കലിലേക്ക് പോകാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമ്മളുടെ എന്താ പറയുക വാഴന മെച്ചപ്പെടുത്തി എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ വേരിന് വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടത് വാമാണ്. വാമിൻ്റെ അകത്ത് തന്നെ വാം HD ഉപയോഗിക്കുക. വാം HD ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം 100 ഗ്രാം കൊണ്ട് 1000 ലിറ്റർ വെള്ളത്തിലേക്ക് നമുക്ക് എത്തിച്ചു തരാൻ പറ്റും. അപ്പോൾ നല്ല രീതിയിൽ കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് വാഴന എന്താ പറയുക ഫലിപ്പിക്കാനും അതേപോലെ തന്നെ നല്ല രീതിയിൽ വാഴന വളർത്തിയെടുക്കാനും നമുക്ക് സാധിക്കും. അപ്പോൾ കൂടുതൽ കാര്യമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.